ഏത് ഫുഡായാലും കഴിക്കാൻ പോകുമ്പോൾ മുന്നേ നമുക്ക് ആ ഫുഡിനോട് ഒരു പ്രണയം വരണം. പ്രണയം വരണമെങ്കിൽ എങ്ങനെയാണ്? ആ ഫുഡ് അതേപോലെ നമ്മളെ നോക്കി ചിരിക്കണം. 5 കിലോമീറ്ററിൽ കൂടുതൽ സമയം കൊടുക്കൂല എന്ന് പറഞ്ഞതാ. 350 കിലോമീറ്റർ. അതെ, ഇടുക്കി. ആ 350 കിലോമീറ്റർ നമ്മൾ സ്നേഹം കൊണ്ട് 5 കിലോമീറ്റർ ആക്കി മാറ്റി. കണ്ണൂര് ഞാൻ എപ്പോഴും കേൾക്കുമ്പോൾ പേടിയോടെ കാണുന്ന കണ്ണൂരിന്റെ രാഷ്ട്രീയത്തെയാണ്. കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിനോട് എന്താണ് ഉമ്മയുടെ അഭിപ്രായം? കണ്ണൂരിൽ ചിലപ്പോൾ ഞാൻ ജനിച്ചു വളർന്നുകൊണ്ടും കണ്ണൂരിന്റെ ആചാരം അങ്ങനെ ആയതുകൊണ്ടും ആചാരത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം കണ്ണൂരിന്റെ കൾച്ചറിനെ ഞാൻ ഇന്നും ഇഷ്ടപ്പെടുന്നു. ഇന്നും എനിക്കിഷ്ടം കണ്ണൂർ തന്നെയാണ്. 1997 ഞാനൊരു വുമൻസ് എക്സിബിഷൻ വെച്ചിരുന്നു. അന്നേരം ഡെസേർട്ട് എന്ന് പറഞ്ഞത് ഇവിടെ ആർക്കും കൺസെപ്റ്റിൽ പോലും ഇല്ലാത്തൊരു സാധനമാണ് ഡെസേർട്ട്. മീൻസ് ഈ പുഡിങ് അങ്ങനെയുള്ള പാസ്ട്രീസ് പോലത്തെ സാധനങ്ങൾ ഒന്നും ഇല്ല. അന്ന് ഞാൻ എത്രയോ തരം പാസ്ട്രീസ് വെച്ചിട്ട് ഒരു എക്സിബിഷൻ ഓൺലി ഞാൻ മാത്രം നിന്ന് ചെയ്ത ഒരു എക്സിബിഷൻ. ഈ എഴുത്തിന്റെ ലോകത്തുനിന്ന് പിന്നീട് എപ്പോഴാണ് പാചകത്തിലേക്ക് മാറുന്നത്? പാചകം എന്റെ കുഞ്ഞുനാളിലേ ഉണ്ട് മോളെ. എൻ്റെ ഒരു കാർണൂർക്ക് ഒരു ആദ്യമായി ചായ കൊടുത്തേരം അടിപൊളിന്ന്, പിന്നെ അന്നേരം അടിപൊളി ചായ ഇന്നാണ് നമ്മൾ അടിപൊളി എന്ന് പറയാ. അന്നേരം അവര് ഗൾഫിൽ നിന്നെല്ലാം വന്നാൽ അച്ചാ ടീ എന്ന് പറയുന്ന ആ കാർണോട് മരിച്ചുപോയി. അന്നാണ് എനിക്ക് പാചകറാണി പട്ടം കിട്ടിയത് ആ ചായയിലൂടെ. അച്ചാ ടീ എന്ന് പറയുമ്പോഴാണ് അച്ചാ ടീ എന്ന് പറയുന്ന അങ്ങനെ. അപ്പൊ അവർക്ക് അവിടുന്ന് ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും എല്ലാ ഇതും പറഞ്ഞുകൊണ്ട് എന്നോട് ഞാൻ ചായ കൊടുത്തത് എന്നെ കുറേ നേരം എല്ലാം കറക്ക് ടീ എന്നാ പറയുന്നത്. എല്ലാം കൊണ്ടും കറക്റ്റ് ആകുമ്പോൾ ഹിന്ദിയിലൊരു ഉറുദുവിലെല്ലാം പറയുന്ന കറക്ക് ടീ. ആ കറക്ക് ടീ കുടിച്ചപാട് എന്നോട് പറഞ്ഞു ഇനി തുടങ്ങിക്കോ. പിന്നെ എനിക്ക് എല്ലാത്തിനോടും ഇൻട്രസ്റ്റ് ആയി, ഓരോന്നിനോടും. ഏത് ഫുഡായാലും കഴിക്കാൻ പോകുമ്പോൾ മുന്നേ നമുക്ക് ആ ഫുഡിനോട് ഒരു പ്രണയം വരണം. പ്രണയം വരണമെങ്കിൽ എങ്ങനെയാണ്? ആ ഫുഡ് അതേപോലെ നമ്മളെ നോക്കി ചിരിക്കണം. എന്നാലാണ് എന്തെങ്കിലും കഴിക്കാനെല്ലാം. ഇവിടെ ഇപ്പോൾ ആസിഫിൻ എല്ലാവരും ഇവിടെ ഫ്രണ്ട്സ് ആയാലും ആര് വന്നാലും എൻ്റെ മട്ടൻ കറിക്ക് വേണ്ടി ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ആസിഫിക്കായ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ് ഉമ്മ ഉണ്ടാക്കുന്നത്? അങ്ങനെയില്ല മോളെ. ആസിഫ് ഡയറ്റും അങ്ങനെയല്ലാണ് കൂടുതലും. ആസിഫിന് ഉമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ചെമ്മീൻ ബിരിയാണിയാണ്. എല്ലാം ഇഷ്ടമാകും. എൻ്റെ എല്ലാ പാചകവും ഇഷ്ടമാണ്. നോൺ വെജ് രാവിലെ വെജ് കഴിക്കും. പിന്നെ ഡയറ്റ് നോക്കുമ്പോൾ അപൂർവങ്ങളിൽ അപൂർവയെ ഫുഡ് കഴിക്കും എല്ലാം. പിന്നെ നമ്മളെ പെരുന്നാൾ കാര്യങ്ങളെല്ലാം വരുമ്പോൾ എൻ്റേതായിട്ടുള്ള ചപ്പാത്തി, ചിക്കൻ പെരക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പെപ്പർ ചിക്കൻ അത് എൻ്റേതായിട്ടുള്ള ഭക്ഷണം. ദോശ, പെപ്പർ ചിക്കൻ അതൊക്കെ കഴിക്കും. ഒരിക്കലെങ്കിലും ആസിഫിക്ക ഇഷ്ടപ്പെട്ടിട്ട് ഇത് എനിക്ക് ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഭക്ഷണം ഉണ്ടോ? ചിക്കൻ പെരക്കന്നെ. അതിന്റെ കൂട്ടം എങ്ങനെയായിരിക്കും? ഉമ്മ സ്പെഷ്യൽ എങ്ങനെയാണ്? ഉമ്മ സ്പെഷ്യൽ ആകുമ്പോൾ അത് ഞാൻ നെക്സ്റ്റ് ഇന്റർവ്യൂല് പറയാം. ഇപ്പൊ റിവീൽ ചെയ്യില്ല. എല്ലാച്ചാ അതിന് പറയുമ്പോൾ കുറെ സമയം വേണ്ടി വരും. അത് ഞാൻ എന്തായാലും പാചകത്തിന്റെ ഒരു പറയുമ്പം തന്നെ പാചകത്തിനും കുറെ കഥകളുണ്ട് പറയാൻ. ആസിഫിന് ഭക്ഷണം കൊടുക്കുമ്പോൾ തന്നെ ഞാൻ ഓരോന്നും അത് എവിടുന്നാ വന്നതെന്ന് പറഞ്ഞു കൊടുക്കും. ഇന്ന സ്ഥലത്ത് നിന്നാണ് ഈ ഭക്ഷണം വന്നതെന്നൊക്കെ. ഓരോ ഭക്ഷണത്തിനും ഓരോ കഥകളുണ്ട്. ആ കഥകളെല്ലാം ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എനിക്ക് സമയത്താക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതായിരിക്കും ഉമ്മ ഉണ്ടാക്കുന്നത്? ഉമ്മാൻ്റെ എല്ലാം ഇഷ്ടമാണ്. നന്നായിട്ട് കുക്ക് ചെയ്യും. പക്ഷെ ഞാനുണ്ടാവുമ്പോൾ കുക്ക് ചെയ്യൂല. ഉമ്മ കുക്ക് ചെയ്യണം എന്ന് പറയും. സമന്റെ മോനിക്കും എൻ്റെ പത്തിരിയും കറിയും ഇഷ്ടമാണ്. സ്പെഷ്യലായിട്ട് ആൾ എന്തായിരിക്കും ഉണ്ടാക്കി തരുന്നത്? ചിലപ്പം മട്ടൺ സ്റ്റൂ അതൊക്കെ വെച്ചിട്ട് ഉമ്മനെ പോലെ അതിനോ റെഡി അതിനെ 10 പ്രാവശ്യം ചോദിക്കും എന്നോട്. ഉമ്മ ഞാൻ സത്യത്തിൽ കറക്റ്റ് എടുക്കും, എല്ലാം കറക്റ്റ് എടുക്കും. പിന്നെ എന്തേലും കണ്ണൂരെന്ന് ഇവിടുന്ന് ഞാൻ കണ്ണൂരും അവൾ ഇവിടെയാണെങ്കിൽ 100 പ്രാവശ്യം ഫോൺ ചെയ്യും. ഉമ്മ അത് എങ്ങനെ ചെയ്യേണ്ടത്, ഇതെങ്ങനെ ചെയ്യേണ്ടത് എന്നിട്ട് ഫോൺ ചെയ്തുകൊണ്ട്. പക്ഷെ ഇവിടുന്ന് കൂട്ടി എല്ലാവരും പറയും ഉമ്മ വെക്കുന്ന അതേ സ്വാദം ഉണ്ടെന്ന് പറയും. ആസിഫിക്കയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതായിരിക്കും ഉമ്മയോട് ചോദിക്കുകയാണെ? ഫുഡിന്റെ കാര്യം മാറ്റി നിർത്തിയ അങ്ങനെ പറയാൻ പറ്റൂല മോളെ. കാണുന്നതല്ലേ എനിക്ക് അങ്ങനെ ഇതായിട്ട് തോന്നും. എന്തായാലും മരുമകനാകുന്നതിന് മുമ്പ് ആസിഫിക്കയുടെ സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ? ആ കണ്ടിട്ടുണ്ട്. അപ്പൊ ആ യൂത്തിൽ ആ സമയത്ത് ഋതു കണ്ടേരും ഞാൻ സമയമാണ് കണ്ടത്. ഋതു കണ്ടേരും എൻ്റെ കസിന് പറഞ്ഞിട്ടുണ്ട് ഇത് പുതിയ നടനാണ്. അപ്പൊ എപ്പോഴെങ്കിലും ചിന്തിച്ചോ ഇതുപോലെ ഒരു മോൻ കുടുംബത്തേക്ക് വരുമെന്ന്? എപ്പോഴെങ്കിലും സത്യത്തില് പിന്നെ കണ്ണൂര് തന്നെയല്ലേ കൊടുക്കാന്. 5 കിലോമീറ്ററിൽ കൂടുതൽ സമയം കൊടുക്കൂലെന്ന് പറഞ്ഞതാ. 350 കിലോമീറ്റർ. അതെ, ഇടുക്കി. ആ 350 കിലോമീറ്റർ നമ്മൾ സ്നേഹം കൊണ്ട് 5 കിലോമീറ്റർ ആക്കി മാറ്റി. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. ആസിഫിന്റെ ഉമ്മയും ഞാനും ആയാലും ഒരു ഫ്രണ്ട്ലി ഞങ്ങൾ ഒന്നിച്ച് കോളേജ് അങ്ങനെ ഒരു
മദറില്ലോ അങ്ങനത്തെ ഇതൊന്നുമല്ല. നമ്മളിലും എന്ത് തമാശ പറഞ്ഞാലും ചിരിക്കും. നമുക്ക് സെപ്പറേറ്റ് ഒന്നും സത്യത്തിൽ രഹസ്യങ്ങളില്ലാന്ന് തന്നെ പറയാം. ഞാൻ കേട്ടിട്ടുണ്ട് കണ്ണൂരിലെ വിവാഹങ്ങൾ ഭയങ്കര സ്പെഷ്യലാണ്. കല്യാണം കഴിച്ചാൽ ചെറുക്കൻ പെണ്ണിന്റെ വീട്ടിലാണ് നിൽക്കുന്നതെന്നുള്ള ഒരു സംസ്കാരത്തെ പറ്റി കേട്ടിട്ടുണ്ട്. ശരിക്കും അത് എന്താണ്? അങ്ങനെ ഒരു ആചാരം നിലവിൽ കണ്ണൂരിലുണ്ടോ? അത് ഇന്നും അതേ ആചാരമേ ഉള്ളൂ. എന്താ വെച്ചാൽ പെൺകുട്ടികള് നമുക്ക് കുറെ പെൺകുട്ടികളായിന്ന് കണ്ടാൽ നമ്മൾ വീടെടുത്ത് സാമ്പത്തികം അനുസരിച്ച് വീടെടുത്ത് മാറും. മോള് വായിച്ചില്ലേ എൻ്റെ വായിക്കുന്നു? അതെന്താണ്? ഇവിടുന്ന് എല്ലാവരും എന്നോട് ചോദിക്കുന്നത് അച്ചി വീട്ടിലിച്ചേ അച്ചി വീട്ടിലാണ്. ഞാൻ പറഞ്ഞു മക്കളെ 24 hours അവിടെ അവൻ കിടന്നുറങ്ങൊന്നും ചെയ്യൂല. വീട്ടിലും ആ വീട്ടിലും ആൾബലായി, ഈ വീട്ടിലും ആൾബലായി. അവിടുത്തെ ഉമ്മാന്റെ കാര്യങ്ങളും നോക്കും, ഇവിടുത്തെ കാര്യങ്ങളും നോക്കും. അങ്ങനെ ഒരു കുടുംബം കൂടെ ചെയ്യുന്നത്, അല്ലാണ്ട് പറിച്ച് മാറ്റപ്പെടുന്നില്ല. ഇൻ കേസ് അവിടെ ആ കുട്ടി ഒരു വിധവയായിപ്പോയാൽ ആ കുട്ടിക്ക് ധൈര്യപൂർവ്വം കിടക്കാനൊരു വീടുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ആ കുട്ടി എവിടെ പോകും? കല്യാണം കഴിച്ചു വിട്ടാൽ ഇവിടുത്തെ ആ കുട്ടി വിരുന്ന കാര്യമായില്ലേ. അപ്പൊ ആ കുട്ടിക്ക് പട്ടിണി കിടക്കേണ്ടി വരില്ല. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും മക്കളെ കെട്ടിച്ചു വിട്ടു എന്ന് ഓർത്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരണ്ടെന്ന് ഒരിക്കലും പറഞ്ഞു കേട്ടിട്ടില്ല. ഇല്ല അതില്ല. പക്ഷെ അവരെ ഫ്യൂച്ചർ ആലോചിക്കുമ്പോൾ ഓരോ നാട്ടിന് ഓരോ കൾച്ചറാണ്. അപ്പോൾ അവർക്ക് അവരവരെ കൾച്ചറായിരിക്കും. സത്യത്തിൽ ഇപ്പോൾ എറണാകുളം അവർക്ക് അവരെ കൾച്ചറും പണ്ടേ ഉള്ളത്, അതിനായിരിക്കും എല്ലാവരും ഫോളോ ചെയ്യുക. കണ്ണൂരിൽ ചിലപ്പോൾ ഞാൻ ജനിച്ചു വളർന്നതുകൊണ്ടും കണ്ണൂരിൻ്റെ ആചാരം അങ്ങനെ ആയതുകൊണ്ടും ആചാരത്തിനെ ഞാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടായിരിക്കാം കണ്ണൂരിൻ്റെ കൾച്ചറിനെ ഞാൻ ഇന്നും ഇഷ്ടപ്പെടുന്നു. ഇന്നും എനിക്കിഷ്ടം കണ്ണൂർ തന്നെയാണ്. കണ്ണൂര് ഞാൻ എപ്പോഴും കേൾക്കുമ്പോൾ പേടിയോടെ കാണുന്ന കണ്ണൂരിന്റെ രാഷ്ട്രീയത്തെയാണ്. കണ്ണൂരിന്റെ രാഷ്ട്രീയത്തിനോട് എന്താണ് ഉമ്മയുടെ അഭിപ്രായം? സത്യത്തിൽ ഞാൻ രാഷ്ട്രീയേ ഇല്ല മോളെ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സംഭവമേ ഇല്ല. എനിക്ക് ഏതായാലും നല്ല ഭരണം, ആരാണ് നാട്ടിന് വേണ്ടി നല്ലത് ചെയ്യുന്നത് അവരാണ്. ഇന്ന് ഇതൊന്നുമില്ല ഇപ്പോൾ ഈ പാർട്ടി നല്ലത് ആ പാർട്ടി നല്ലതെന്നൊന്നും ഞാൻ പറയാന് ഒരിക്കലും ഇല്ലാത്ത. എഴുത്തുകാർക്ക് ഒരിക്കലും രാഷ്ട്രീയം ഉണ്ടാവില്ല. അതെ, എഴുതുന്നവർക്ക് ചിന്തകളെ ഉണ്ടാവും. നമ്മൾ പറയുന്നില്ലേ ആഴത്തിലൂന്നിയ ചിന്തകളെ ചോദിക്കുന്നില്ലേ, നിറമില്ല വസന്തങ്ങളെ ആര് തന്ന നിനക്ക് ചാവിടങ്ങളിൽ ആഴത്തിലിറങ്ങിയ വേരുകൾ. അപ്പം ആ ചിന്തയിൽ വരുന്ന ആർക്കും നമുക്ക് അവര് മോശമാണ്. ഇപ്പം മോള് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് എൻ്റെ സ്വഭാവം അറിയണമെങ്കിൽ ഈ ഒരു അരമണിക്കൂർ പോരാ. എൻ്റെ കൂടെ 2-3 ദിവസം യാത്ര ചെയ്യണം. ചില ആൾക്കാരെ നമുക്ക് 1 കൊല്ലം യാത്ര ചെയ്താലും മനസ്സിലാവില്ല. അതെ, മനുഷ്യന്റെ ഉള്ളു കണ്ടെത്താൻ പാടിയ മനസ്സിന്റെ ഉള്ളില് ഇരുട്ടാണ്. ഞാൻ ഇപ്പം മതങ്ങളെ കൊണ്ട് പറയുമ്പോൾ മനുഷ്യന്റെ ഉള്ളിലൊരു ഇരുട്ടാണ് വരുന്നത്. നമ്മൾ നല്ല ചിന്തകൾ എവിടെ നിന്ന് വരുന്നോ അതൊക്കെ തന്നെ നല്ലതുള്ളൂ. നമ്മളെല്ലാവരും കലഹമില്ലാതെ സ്നേഹത്തോടെ ജീവിച്ച ഭൂമി തന്നെ സ്വർഗവും. അതെ, തീർച്ചയായിട്ടും. നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്ന ചിന്തയായിട്ടൊന്നല്ലല്ലോ ജനിക്കുന്നത്. നമ്മൾ കണ്ടു വളരുന്നത്, നമ്മൾ അനുഭവിക്കുന്നതും, നമ്മൾ കേട്ട് വളരുന്നതും, നമ്മളെ ചുറ്റുപാടുകളും നോക്കിയിട്ടായിരിക്കും നമുക്ക് നമ്മളെ ചിന്തകളും പ്രവൃത്തികളും എങ്ങനെയാന്ന് തോന്നാന്. ഒരു ചെറിയ കുട്ടി നമ്മളെ നോക്കി ചിരിക്കും, നമുക്ക് ചിരിക്കാണ്ടിരിക്കാൻ പറ്റും? ഇല്ല. കുറച്ചു നേരം ചിരിക്കുമ്പോൾ ഒന്ന് അഴുകത്ത് വന്ന് പിന്നെ ഒന്ന് നമുക്ക് അതിനെ ഒന്ന് എടുത്ത് താലോലിക്കണമെന്ന് തോന്നും അല്ലേ. പൂക്കളും അങ്ങനെ. നമ്മൾ പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞ് കാണുമ്പോൾ മുല്ലയാണെങ്കിൽ നമ്മൾ മുല്ലയുടെ അടുത്ത് പോയി ഒന്ന് നല്ലോണം പിന്നെ കുറച്ച് നേരം അതിനെ നോക്കിയെന്ന് പിന്നെ അതിനെ പൊറുക്കാൻ തോന്നും, മുടുക്കി വെക്കാൻ തോന്നും. അതെല്ലാം എന്താണ് നമുക്ക് അതിനോടെല്ലാം ഉള്ളൊരു പ്രണയം, ഒരു അധിനിവേശം എന്നെല്ലാം പറയാം സത്യത്തിൽ.